വളവന്നൂർ പഞ്ചായത്തിലെ പൗരപ്രമുഖനും സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ മയ്യേരി അബ്ദുൽ ഖാദർ ഹാജിയുടെയും പുളിക്കൽ സ്വദേശിയായിരുന്ന ഫാത്തിമക്കുട്ടിയുടെയും മൂന്നാമത്തെ മകനായി 1969 ഒക്ടോബർ 11 കടുങ്ങാത്തുകുണ്ടിൽ ജനിച്ച അബ്ദുൽ അഹദ് കൽപ്പകഞ്ചേരി ഹൈസ്കൂളിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി PSMO കോളേജിൽ ഉപരിപഠനം നടത്തി. തുടർന്ന് വളവന്നൂർ അൻസാർ അറബിക് കോളേജിൽ അഫ്ലൽ ഉലമ പഠനശേഷം 1991 പാറക്കൽ AMUP സ്കൂളിന്റെ അറബിക് അധ്യാപകനായി കടന്നുവന്നു. നർമ്മം ചാലിച്ച സംസാര ശൈലി കൊണ്ട് കുട്ടികളെ ആകർഷിച്ച അഹദ് മാസ്റ്റർ ഇന്നും ഇവിടെ ജോലി ചെയ്യുന്ന പല അധ്യാപകരുടെയും ശിക്ഷകനായിരുന്നു. അറബി ഭാഷയിൽ ഒതുങ്ങി നിൽക്കാതെ വിദ്യാലയത്തിലെ ദൈനംദിന കാര്യങ്ങളിൽ ക്ഷണിക വേഗതയിൽ ഇടപെട്ടിരുന്ന അഹദ് മാഷ് കലാമേളകളിലും കായിക മേളകളിലും നിറസാന്നിധ്യമായിരുന്നു. ഈ പ്രാവശ്യത്തെ ഉപജില്ലാ അറബിക് കലോത്സവത്തിൽ സ്കൂളിന് 1ാം സ്ഥാനം നേടിക്കൊടുത്ത കിരീടത്തിൽ മാഷിന്റെ കയ്യൊപ്പ് തെളിഞ്ഞു പതിഞ്ഞിരുന്നു. സാമൂഹിക രംഗത്തും തന്റെ സാന്നിധ്യമറിയിച്ച അഹദ് മാഷ് മാപ്പിള കലാ അക്കാദമി വൈസ് പ്രസിഡന്റ്, രചനാ സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് തുടങ്ങിയ പദവികൾ അലങ്കരിച്ചിട്ടുണ്ട്. 35 വർഷത്തെ നിസ്വാർത്ഥ സേവകൻ അബ്ദുൽ അഹദ് മാസ്റ്ററെ നിറഞ്ഞ മനസ്സോടെ മറുപടി പ്രസംഗത്തിന് വേണ്ടി വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, അതുപോലെ വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സമയം വൈകിയ വേളയിൽ ഞാൻ ഓരോരുത്തർ പേര് എടുത്തു പറയുന്നില്ല. സദസ്സിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ, അതുപോലെ രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, സഹപ്രവർത്തകർ, ഞാൻ 1991 ജൂലൈ 27 ഇവിടെ ജോയിൻ ചെയ്തത്. അതിൻ്റെ 10 ദിവസം മുമ്പാണ് നമ്മൾ ഗീത ടീച്ചർ ജോയിൻ ചെയ്തത്. ഞാൻ കഴിഞ്ഞ വർഷം പിരിയേണ്ടതായിരുന്നു. സൂപ്പർ ആനുവേഷൻ പീരീഡ് ഇതിലാണ് ഞാൻ ഈ വർഷത്തേക്ക് കടന്നിട്ടുള്ളത്. ഏതായാലും അൽഹംദുലില്ലാ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും എനിക്ക് 35 വർഷം ഇവിടെ സേവനം ചെയ്യാൻ പടച്ചവൻ അനുഗ്രഹിച്ചു. ഞാനിവിടെ 91 വന്നപ്പോൾ അന്നത്തെ കാലം പിറകിലേക്ക് ഞാൻ കുറേ ചിന്തിച്ചു പോയി. അന്ന് വാപ്പയുള്ള കാലത്താണ് ഇവിടെ ആദ്യമായി ജോയിൻ ചെയ്യുന്നതിന് കുറച്ച് മുമ്പ്. അന്ന് ഹമീദ് മാഷാണ് ഇവിടുത്തെ HM. അന്ന് പിന്നെ ഇബ്രാഹിം മാഷുണ്ടായിരുന്നു. ഉപ്പ ആലിക്കുട്ടി ഡോക്ടറുമായുള്ള ബന്ധം വെച്ചിട്ടാണ് എനിക്കന്ന് ഇവിടെ പോസ്റ്റ് കിട്ടിയത്. പിന്നെ ഹമീദ് മാഷും ഇബ്രാഹിം മാഷൊക്കെ അവരുടെ സഹകരണത്തോടു കൂടിയാണ് എനിക്കിവിടെ ജോയിൻ ചെയ്യാൻ സാധിച്ചത്. ഇന്ന് ഉപ്പയും അതുപോലെ തന്നെ ഇബ്രാഹിം മാഷും പിന്നെ ഞാൻ ജോയിൻ ചെയ്യാൻ വന്നത് എൻ്റെ നേരെ മൂത്തൊരു സഹോദരൻ ഉണ്ടായിരുന്നു, അബ്ദുൽ അസീസ് എന്ന് പറയുന്ന. അദ്ദേഹത്തിൻ്റെ കൂടെ ബൈക്കിലാണ് ഇവിടെ ജോയിൻ ചെയ്യാൻ വന്നത്. അതൊക്കെ എൻ്റെ ചിന്ത പിറകിലോട്ട് കുറേ അങ്ങോട്ട് പോയി. ഏതായാലും അവർക്കൊക്കെ മരിച്ചുപോയ ഉപ്പാക്കും സഹോദരൻ അബ്ദുൽ അസീസിനും അതുപോലെ ഇബ്രാഹിം മാസ്റ്റർക്കും അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏതായാലും 35 വർഷം ഞാനിവിടെ വീട്ടിലുള്ളതിനേക്കാളും സമയം, ഉണർന്നിരിക്കുമ്പോൾ വീട്ടിലുള്ളതിനേക്കാളും സമയം ചിലവിച്ച സ്ഥലമാണ് ഈ പാറക്കല്ല് സ്കൂള്. ഏതായാലും എനിക്ക് പടിയിറങ്ങുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഈ വർഷം അറബിക് കലാമേളയിൽ, സബ് ജില്ലാ അറബിക് കലാമേളയിൽ ഓവറോൾ ഫസ്റ്റ് 65 പോയിന്റിൽ 63 പോയിന്റ് നേടിക്കൊണ്ട് ഫസ്റ്റ് കരസ്ഥമാക്കാൻ സാധിച്ചു. അത് ഞാൻ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. അത് എൻ്റെ മാത്രം കഴിവുകൊണ്ടല്ല. ഇവിടെ ഞങ്ങളെ അറബിക് ആ ടീം ഒന്നിച്ച് കൂട്ടായി പ്രവർത്തിച്ചുകൊണ്ട് കിട്ടിയതാണ്. മുമ്പ് സെക്കൻഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ആദ്യമായിട്ടാണ് നമുക്ക് ഓവറോളായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ടീം വർക്ക് കൊണ്ട് കിട്ടിയതാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ ഗീത ടീച്ചറുടെ മോട്ടിവേഷനും എല്ലാം കൂടി, അതുപോലെ സഹപ്രവർത്തകരുടെ സഹകരണം എല്ലാം കൂടിയായിട്ടാണ് സ്കൂളിന് ഇതൊക്കെ വാങ്ങിക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്കൂള്
വളരെ നല്ല നിലവാരത്തിൽ എല്ലാവരുടെയും കൂട്ടായ ശ്രമം കൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ LSSും USSും അതുപോലെ മേളകളിൽ സ്പോർട്സ് കലാമേള എന്നിവയിലൊക്കെ പഞ്ചായത്തിലും മറ്റുള്ളവരൊക്കെ നമുക്ക് വാങ്ങാം. അതുപോലെ തന്നെ ഉറുദു സംസ്കൃതം എല്ലാ മേഖലകളിലും നമ്മൾ സ്കൂള് ഫസ്റ്റാണ്. കാരണം ഈ സ്കൂളിൻ്റെ പ്രവർത്തിക്കുന്ന അധ്യാപകരുടെ പിന്നെ കഴിവാണത് കാണിക്കുന്നത്, അവരുടെ എബിലിറ്റി. പിന്നെ ഞാൻ എൻ്റെ സ്ഥലം കടുങ്ങാത്തുകൊണ്ടാണ് നേരത്തെ പറഞ്ഞു. 3 ഹൈസ്കൂളിൻ്റെ അടുത്താണ് എൻ്റെ വീട്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള അധ്യാപകരൊക്കെ പറയും, നിങ്ങളെ സ്കൂളിൽ വരുന്ന കുട്ടികൾ നല്ല നിലവാരമുള്ള കുട്ടികളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് തരണം എന്ന് പറയും. കൽപ്പകഞ്ചേരി സ്കൂള്, എത്തീങ്കാന സ്കൂള്, അതുപോലെ തന്നെ ബാഫക്കി എത്തീങ്കാന സ്കൂള്, കല്ലിങ്ങപ്പറമ്പ് സ്കൂള്, അവരൊക്കെ. അതുപോലെ തന്നെ നേരത്തെ ഇവിടെ നമ്മളെ ബീരാണു സാറ് പരാമർശിച്ചു ലൈബ്രറി കിസിന് നമുക്കാണ് എന്നും ഫസ്റ്റ് സെക്കൻഡും തേർഡും കിട്ടൽ. അവർക്ക് തന്നെ വളരെ അത്ഭുതമാണ്, എന്നെ എപ്പോഴും പറയുകയും ചെയ്യും. അതിൽ നിന്ന് തന്നെ ഒക്കെ മാറ്റി നിർത്തുകയും ചെയ്യും. അതിൻ്റെ ടാബുലേഷൻ പ്രവൃത്തിയിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് അവരാണ് നോക്കാറ്. അപ്പോൾ ആ നിലക്കൊക്കെ നമ്മുടെ സ്കൂള് വളരെയധികം നല്ല ഉയർന്ന നിലവാരം പുലർത്തുന്നുണ്ട്. പിന്നെ ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഡെപ്പോസിറ്റ്, അവൻ്റെ അക്കൗണ്ടിൽ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാവുക എന്നുള്ളതല്ല, അവരുടെ ശിഷ്യഗണങ്ങളാണ്. അവർ ഉന്നതിയിൽ എത്തിപ്പെടുക എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയ ഡെപ്പോസിറ്റ്. അപ്പോൾ അവർ ഉന്നതിയിലെത്തിയാൽ നമുക്ക് വളരെ സന്തോഷമാണ്. മറ്റേതൊരു ജോലിക്കും വലിയ ഉന്നതിയിലെത്തിയാൽ അവരോട് അസൂയ തോന്നുക. എന്നാലും അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അവർ പഠിപ്പിക്കുന്ന കുട്ടികൾ ഉന്നത നിലവാരത്തിൽ എത്തുമ്പോൾ നമുക്ക് അഭിമാനമാണ് തോന്നുക. അപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റായിട്ടുള്ള ഒരുപാട് കുട്ടികൾ പല മേഖലയിൽ ഇപ്പോൾ നിലയൊക്കെ ആയിട്ട് കുറേ കുട്ടികൾ നമ്മൾ ഒന്ന് കണ്ടു. അവരൊക്കെ ഉന്നത സ്ഥാനം, ഇപ്പോൾ നേരത്തെ പറഞ്ഞ അലി മുഹമ്മദ് സാറ്, പിന്നെ അതുപോലെയുള്ള ഒരുപാട് പേര് നമ്മളെ സ്കൂളിൽ നിന്ന് നല്ല ഉയർന്ന പൊസിഷനിൽ എത്തിയവരുണ്ട്. അപ്പോൾ അതൊക്കെ ഈ സ്കൂളിൻ്റെ കൂട്ടായ പ്രവർത്തനം കൊണ്ട് കിട്ടിയതാണ്. അതിങ്ങനെ നിലനിർത്തണം. അതുപോലെ ഈ അറബി കലാമേളയിൽ ഫസ്റ്റ് നിലനിർത്തണം. പിന്നെ ഒന്നായിട്ട് ശ്രമിച്ചാൽ കിട്ടും. അതൊക്കെ നമ്മൾ കൂട്ടായി ശ്രമിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ ആരൊക്കെ പറഞ്ഞു, റിട്ടയർമെൻറ്റ് ചെയ്താൽ വെറുതെ കരുത്, എന്തെങ്കിലും ജോലിയിൽ ഏർപ്പെടണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ റിട്ടയർ ചെയ്തിട്ട് ഇപ്പോൾ ശരിക്കും റിട്ടയറല്ല, റീടയർ എന്നാണ് ശരിക്ക്. പിന്നീട് പുതിയൊരു ടയറിട്ട് ഓടുക എന്നുള്ളതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് കുറച്ച് കാലം പഴയ ടയറിൽ ഓടിയിട്ട് പിന്നീട് എന്തെങ്കിലും ജോലിക്ക് പോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, അള്ളാഹു അതിന് എനിക്ക് കഴിവ് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ എൻ്റെ കൂടെ പിരിയുന്ന ഗീത ടീച്ചറും നേരത്തെ പറഞ്ഞു, ഞാനും ഗീത ടീച്ചറും ഒരു 10 ദിവസത്തെ വ്യത്യാസത്തിലാണ് ഇവിടെ ജോയിൻ ചെയ്തത്. അന്ന് തന്നെ ഗീത ടീച്ചറെ പാട്ട് കേൾക്കാൻ വളരെ മനോഹരമായിരുന്നു, ഇഷ്ടമായിരുന്നു. എൻ്റെ കുട്ടികൾ 4 പേരും ഇവിടെയാണ് പഠിച്ചിട്ടുള്ളത്. അവരൊക്കെ നല്ല ഉയർന്ന മാർക്കോടുകൂടി SSLCക്ക് ഫുള്ള് A+ കിട്ടി. 3 പേരും പാസ്സായി. അതൊക്കെ ഇപ്പോഴത്തെ ബേസാണ്. ഈ സ്കൂളിൻ്റെ ഒരു ബേസിക്ക് ഒരു ഇതുകൊണ്ട് തന്നെയാണ് അവരൊക്കെ ഈ മാർക്കൊക്കെ നേടാൻ സാധിച്ചത്. പിന്നെ ഇപ്പോൾ 4ാമത്തെ ആൾ 9ാം ക്ലാസ്സിലാണ്. അവളും അതുപോലെ വാങ്ങിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതൊക്കെ നമ്മളെ ഈ സ്കൂളിൻ്റെ മേന്മ തന്നെയാണ്. അപ്പോൾ അവരൊക്കെ പ്രാപ്തരാക്കിയത് നമ്മളെ ഗീത ടീച്ചറെ പോലുള്ള അധ്യാപികമാരാണ്. ഇപ്പോൾ നൗഫൽ മാഷ് ഒരു വൈറലായ പാട്ടുണ്ട്, കേട്ടിട്ടുണ്ടാവുമല്ലോ. അതിൽ ഗീത ടീച്ചറെ പറ്റി പറഞ്ഞ കുട്ടികൾക്ക് പ്രിയങ്കരി എന്ന് പറഞ്ഞിട്ടാണ് അതിൽ പാട്ടൊക്കെ പറഞ്ഞത്. വളരെ ശരിയാണ്, 100% ശരിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരുന്നു ആ ടീച്ചറെ. അപ്പോൾ അത്രയ്ക്കും മിങ്കിളായിട്ട് കുട്ടികളുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ടീച്ചറാണ്. പിന്നെ ഇവിടെ നേരത്തെ പറഞ്ഞത് തമാശയുടെ കാര്യമാണ്. എവിടുന്ന് കട്ടെടുത്തു കൊടുത്താലും സംഗതി ഇവിടെ അവതരിപ്പിക്കണമല്ലോ നന്നായിട്ട്. ഇപ്പോൾ പൂക്കോമാസത്തിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയും. ഞാൻ ആ വിറ്റുകളൊക്കെ ഇങ്ങനെ ഇവിടുന്ന് വീട്ടിൽ കണ്ടു ചെന്നാൽ
എനിക്ക് ചിലപ്പോൾ പറയാൻ കഴിയില്ല, ഞാൻ മറന്നു പോയിട്ടുണ്ടാവും. എങ്ങനെ ഇത് സാന്ദർഭികം ചിലപ്പോൾ കിട്ടണമൊക്കെയാണ്, അള്ളാഹുവിൻ്റെ ഒരു ഇതായിരിക്കും. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ വലിയതായിട്ട് പറയല്ല, പലരും ഇവിടെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ ഏതായാലും ഈ പരിപാടി ഗംഭീരമായി ഒരു യാത്രയപ്പ് നൽകിയ സഹപ്രവർത്തകർക്കും മാനേജ്മെൻറ്റിനും അതുപോലെ പിന്നെ PTA എക്സിക്യൂട്ടീവ്, സീനിയർ ടീച്ചേഴ്സ്, അതുപോലെ സഹപ്രവർത്തകർ, വിദ്യാർത്ഥികളെ, രക്ഷിതാക്കൾ, നാട്ടുകാർ എല്ലാവരുടെയും കൂട്ടായ ശ്രമം കൊണ്ടാണ് ഈ രൂപത്തിൽ ഇത്രമാത്രം ഗംഭീരമാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഏറ്റവും നല്ല ഗംഭീരമായിട്ടാണ് ഓരോ സംഗതികളും. അതിൻ്റെ തുടക്കം മുതൽ ഇങ്ങനെ എടുത്തു നോക്കിയാൽ ഒക്കെ എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. അപ്പോൾ അതൊക്കെ പിന്നെ നമ്മുടെ സഹപ്രവർത്തകർ ആയിട്ടുള്ള പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറി നൗഫുൽ മാഷ്, അപ്പോൾ ഓരോരുത്തരെയും പേരുകൾ എല്ലാവരും അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഈ രൂപത്തിൽ സംഘടിക്കുവാൻ സാധിച്ചത്. അവർക്ക് അവർ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ പിന്നെ എൻ്റെ സുഹൃത്തുക്കളായ ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ, പിന്നെ തുഞ്ചൻ കോളേജിൽ പ്രിൻസിപ്പാൾ പിന്നെ വീരാവുണ്ണി സാറ്, അതുപോലെ നമ്മുടെ ADC ആയിട്ട് വീഡിയോ കഴിഞ്ഞ് ADC ആയി റിട്ടയർ ചെയ്ത ഐദ്രോസ് സാറ്, അതുപോലെ പിന്നെ രജിസ്ട്രാളായിട്ട് പിരിഞ്ഞ കൽബന്തി രജിസ്ട്രായി പിരിഞ്ഞ ചെറിയാപ്പോക്ക തങ്ങൾ, പിന്നെ ഇവിടെ വന്നിട്ടുള്ള ഹംസ സാഹിബ്, ആകാശവാണിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഹംസ സാഹിബ്, അതുപോലെ കാഞ്ഞിരക്കോല് സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടില്ല, അവിടെ അധ്യാപകനായ നൂറുൽ അമീൻ. അപ്പോൾ അവരൊക്കെ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നീട് നമ്മുടെ പിന്നെ ഫാമിലി ഇവിടെ ഉണ്ട്. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മൂത്ത ജ്യേഷ്ഠനാണ് ഇപ്പോൾ ഞങ്ങളെ പിന്നെ താങ്ങും തണലും എല്ലാ കാര്യങ്ങൾക്കും താങ്ങും തണലുമായിട്ടുള്ള. അപ്പോൾ എൻ്റെ വാപ്പ പോയി, ജ്യേഷ്ഠൻ പോയി, നേരെ ജ്യേഷ്ഠൻ പോയി. ഇപ്പം ഞങ്ങൾക്ക് എല്ലാവിധ താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന മൂത്ത സഹോദരൻ, അതുപോലെ എൻ്റെ ഫാമിലി ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഭാര്യയും 4 മക്കളും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവരെ ഒരു പിന്നെ പ്രോത്സാഹനം കൊണ്ടാണ് ഈ രൂപത്തിലൊക്കെ ഞാൻ എത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഭാര്യയൊക്കെ എപ്പോഴും തമാശ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ എന്തെങ്കിലും തമാശ വരുമ്പോൾ അവൾക്ക് അത് വിജയിപ്പിച്ചു തരും. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ അതൊക്കെ ഒരു പ്രോത്സാഹനം വന്നിട്ടില്ലേ. ഏതായാലും മക്കളിപ്പോൾ മൂത്ത മകന് പിന്നെ പിന്നെ BTech എഞ്ചിനീയറിങ് കഴിഞ്ഞു. ഇവിടെ മിൽമയിൽ അസിസ്റ്റൻറ്റ് ഡയറി ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അതുപോലെ രണ്ടാമത്തെ നേരെ ഇളയത് അവളെ കല്യാണം കഴിഞ്ഞു, അവൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. ഇപ്പോൾ പിന്നെ ചെറിയ കുട്ടിയുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ലീവിലാണ്. പിന്നെ മൂന്നാമത്തെ ആൾ എൻജിനീയറിങ് കണ്ണൂർ പഠിക്കുകയാണ്. 4ാമത്തെ ആൾ 9ാം ക്ലാസ്സിലാണ്. അപ്പോൾ അതൊക്കെയാണ് ഫാമിലി വരുന്നത്. അപ്പോൾ എല്ലാവരോടും എൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.